സുബി, നമുക്ക് ഈ ഷോയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ കള്ളം പറയില്ല എന്ന് തീരുമാനിക്കുന്നു. ഞാൻ കള്ളം പറയാറില്ല. ഞാൻ എന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിലും ന്യൂയോർക്ക് ടൈംസിലൊക്കെ ഒരു വാർത്ത വായിച്ചിരുന്നു. കേരളത്തിലൊരു കലാകാരി കള്ളം പറയാത്തായിട്ടുണ്ടോ? അത് സുബിയ എന്നുള്ള കാര്യം ഇപ്പോഴേക്ക് സത്യവതി എന്നുള്ള പേര് നിലനിൽക്കുന്നുണ്ട് എനിക്ക്. സുബി എന്നുള്ള സുബി അല്ല, സുബി വളരെ ബോൾഡായിട്ട് എല്ലാ കാര്യം വിട്ടു തുറന്ന് പറയുന്നത് അല്ലേ പ്രചോദന? തീർച്ചയായിട്ടും പ്രചോദനെ പോലെ അല്ല. എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് ചേട്ടനേക്കാളും. ചേട്ടൻ കല്യാണം കഴിച്ചാ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓ, അങ്ങനെ ഒരു സംഭവമുണ്ട്, അങ്ങനെ ഒരു അപകടമുണ്ട്. അത് പ്രേക്ഷകർക്കുള്ളൊരു സന്ദേശമായിരുന്നു. അല്ല, ഞാൻ ചോദിച്ച സുബി എന്താണ് കല്യാണം കഴിക്കാത്തത്? അപ്പൊ പറഞ്ഞ ചേട്ടാ, പലരും പറഞ്ഞു കല്യാണം കഴിച്ച ഒരു ദോഷം മാറും. എന്ത് ദോഷം? സന്തോഷം മാറും. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ മുഖം നോക്കിയിട്ടാണ് സുബി കാര്യങ്ങൾ മനസ്സിലാക്കിയത്. വരട്ടെ ഒരാൾ. സുബി എന്ന് പറഞ്ഞാൽ മലയാള മിമിക്രി ലോകത്തെ കൽപ്പന ചേച്ചി എന്നാണ് അറിയപ്പെടുന്നത്. സുബിയുടെ ചില സമയത്ത് ധൈര്യം കാണുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഷോയിലൊക്കെ പോകുമ്പോൾ സുബി ഒറ്റയ്ക്കാണ് വരാറുള്ളത്. അപ്പം ഞാൻ ഓർക്കാറുണ്ട് എങ്ങനെയാണ് ഈ സുബിക്ക് ഈ ഒരു ധൈര്യം കിട്ടുക എന്നുള്ളത്. കാരണം എല്ലാവരുടെ കൂടെ ഒപ്പത്തിനൊപ്പം പാട്ട് പാടാനും അതുപോലെ ഡാൻസ് ചെയ്യാനും സ്കിറ്റിനും എല്ലാം ചാടി വളരെ എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സുബിക്ക്. സുബിയോട് എനിക്ക് ചോദിക്കാനുള്ള എങ്ങനെയാണ് ഈ ധൈര്യം വന്നത്? ഇത്രയധികം ഒരുപാട് വലിയ മിമിക്രി കലാകാരന്മാരുണ്ട് നമ്മളെ ഈ മിമിക്രി ലോകത്ത്. ഇപ്പോഴും ഇത്രയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവ് എങ്ങനെയാണ് സുബിക്ക് കിട്ടിയത്? ഷാജോൺ സംസാരിക്കുമ്പോൾ ഷാജോന്റെ മോൻ അതേപോലെ തന്നെ പറയുന്നുണ്ട്. അല്ല, അവനൊരു ആകാംക്ഷ കാണും കാര്യം സുബിക്ക് എങ്ങനെ ഈ ധൈര്യം വന്നെന്നുള്ളത്. സുബിയുടെ ധൈര്യത്തെക്കുറിച്ച് പറഞ്ഞു. സുബി എന്നും വിട്ട് തുറന്ന് പറയും. കല്യാണം കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇടതും വലതും നോക്കേണ്ട കാര്യമില്ല. ഇപ്പം ഷാജോൺ പുറകിലേക്കും നോക്കി സൈഡിലേക്കും നോക്കി അതിനുശേഷം പറഞ്ഞത്. അപ്പൊ അതൊന്നും സുബിക്ക് അതാണോ? അല്ലെങ്കിൽ തുടക്കത്തിന്റെ ചെറുപ്പത്തിന്റെ സുബിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു? അല്ല, ഞാൻ ശരിക്കും ഈ ധൈര്യമൊക്കെ കിട്ടിയിരിക്കുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അമ്മ നല്ല ബോൾഡായിട്ടൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ഇതുണ്ടല്ലോ ചെറുപ്പത്തിലേ തൊട്ട്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ NCCയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആർമി വിങ് NCCയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയൊക്കെ ഞാൻ ഉണ്ട്. അല്ല, ഞാൻ RD അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, റിപ്പബ്ലിക് ഡേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഓൾ കേരള കമാൻഡർ ആയിട്ടാണ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ അങ്ങനെ ആർക്കും അറിയില്ല, വെളിപ്പെടുത്തലുകളാട്ടോ. അല്ല, അത് JB ജംഗ്ഷന്റെ വേദി വേണ്ടി വന്നു ഇതൊക്കെ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞാൽ നമ്മളൊന്നും ഒരിക്കലും സ്കിറ്റ് പോലും ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു ലീഡിങ്, അങ്ങനെ ഒരു പവർ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്കൂൾ ലെവലിൽ തൊട്ട് തന്നെ, പിന്നെ സ്കൂൾ ലീഡർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു നയിക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആർമിയിലായിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഒറ്റയ്ക്ക് ക്യാമ്പിന് പോവുക, എല്ലാവരുടെയും ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു ലീഡിങ് പവർ കപ്പാസിറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ ജെനറ്റിക്കലായിട്ട് കുറച്ചും കിട്ടിയിട്ടുണ്ട്. പിന്നെ NCC ഇന്ന് വിട്ട് ഞാൻ കോളേജ് ലെവലിലും NCCയിലും ഉണ്ടായിരുന്നു. ഞാൻ ABC സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ്. എനിക്ക് ചെറിയ കാര്യമൊന്നുമല്ലേ ഇത്. എപ്പോഴോ ഇങ്ങനെ ഒരു 10th പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ടിനിയാണ് എന്നെ സിനിമാലയിൽ കൊണ്ടുവരുന്നത്. ടിനി ടോം ആണ് സിനിമാലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡയന ചേച്ചി അതിനു മുമ്പ് ഒരു സ്റ്റേജ് പെർഫോമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഡാൻസ് ചെയ്യായിരുന്നു. ഞാൻ ഡാൻസറാണ് ബേസിക്കലി. തുടക്കം ഡാൻസ് എന്നായിരുന്നു. അപ്പൊ ഡാൻസ് ബ്രേക്ക് ഡാൻസാ പഠിച്ചു തുടങ്ങിയത്. കുറെ ആണുങ്ങളും ഞാനും മാത്രം. അങ്ങനെ ഡാൻസ് ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ടിനിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു സിനിമയിലെ ഒരു എപ്പിസോഡിന് വിളിച്ചു. അപ്പൊ എനിക്ക് TV-യിൽ അഭിനയിക്കുന്നതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ അമ്മയ്ക്ക് അതിനോട്, അമ്മ ഒരു കലാഹൃദയമുള്ള ഒരാളാണ്. കോളേജിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് സിനിമയില അന്ന് ആ ഒരു പ്രോഗ്രാമേ ഉള്ളൂ, ആ ഒരു ചാനലും ഉള്ളൂ അന്ന്. അപ്പൊ ആ ഒരു പ്രോഗ്രാമാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന് കാണുന്നത്, ഡയന ചേച്ചിയുടെ പരിപാടി. അപ്പോൾ ടിനി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഡയന ചേച്ചി നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടപ്പോൾ ഡയന ചേച്ചി ഓക്കെ പറഞ്ഞു. അങ്ങനെ സിനിമാല ചെയ്തു. സിനിമാലയിൽ വന്നെങ്കിലും ഞാൻ NCC, എനിക്ക് ആർമിയിൽ വരണം. പേഴ്സണലായിട്ട് സുബിയെ കുറിച്ച് ചോദിക്കാൻ അധികാരമുള്ള ഒരാളാണ് ഞാൻ. മറ്റുള്ളവർക്ക് ഇല്ല എന്നുള്ളതല്ല, എനിക്ക് പ്രത്യേക അധികാരമുണ്ട്. അതിനുള്ളൊരു ലൈസൻസ് സർക്കാർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്. എല്ലാവരും ഈ പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഫാമിലി നേരിടുന്നൊരു ചോദ്യമാണ്, കെട്ടിക്കാറായില്ലേ എന്ന്. ഞാൻ സുബിയോട് പറയുന്നത് തൽക്കാലം കെട്ടണ്ട, ഈ ഫീൽഡൊക്കെ ശരിക്കും ഒന്നുകൂടി പഠിച്ചിട്ട് കൃത്യം ആളാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വീർപ്പ് വിവാഹം കഴിക്കാൻ മുട്ടി നിൽക്കുന്നവർക്ക് നല്ലൊരു ഉപദേശം കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് സുബി.
ഒരു മാട്രിമോണിയൽ തുടങ്ങാൻ പറ്റുന്ന ഒരാളാണ് സുബി. അതിനുള്ള എക്സ്പീരിയൻസും അനുഭവജ്ഞാനങ്ങളും ഉണ്ട്. അപ്പോൾ സുബിയോട് ഞാൻ പറയുന്നത് ഇപ്പോൾ തൽക്കാലം കെട്ടണ്ട എന്ന് തന്നെയാണ്. പക്ഷെ ഈ കെട്ടാൻ പോകുന്ന കുട്ടികൾക്ക് സുബി എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കലാകാരി എന്ന നിലയിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപദേശം എന്താണ്? ഈ ടിനി ടോം ഇത് എന്ത് ഉദ്ദേശിച്ചാണ് ഇതൊക്കെ പറഞ്ഞത് എനിക്ക് സംശയമുണ്ട്. ഇനി ഒരുപാട് നാൾ കൂടിയിട്ട് നല്ല സീരിയസ് ആയിട്ടൊരു ചോദ്യം ചോദിക്കുന്നത്. ബാക്കിയെല്ലാം എറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളത്തില്ല. പക്ഷെ ഇത് ഇരുതല വാള, അത് സീരിയസ് ആണ്. അതേസമയം തന്നെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ള ആളാണ് സുബി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ലെവലിലേക്ക് അത് കൊണ്ടുപോയിട്ടുണ്ട്. ശ്രമിച്ചോളൂ. അല്ല, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ടിനി കല്യാണം കഴിച്ച് ഞാൻ പരിചയപ്പെടുത്തിയതല്ല, ഞാൻ കാരണം പരിചയപ്പെട്ട രൂപേനയാണ്. അങ്ങനെ ഒരു സത്യമുണ്ട്. ഞാൻ കാരണം അങ്ങനെ ഒരു ലൈസൻസും ഉണ്ട് സുബിക്ക്. അല്ല, ടിനി പണ്ട് പോലെ രൂപയെ സ്നേഹിക്കുന്ന ആളാ. മൊത്തത്തിൽ രൂപ. ടിനി ചോദിച്ച ചോദ്യത്തിന് അങ്ങനെ ഉപദേശം കൊടുക്കാതെ എനിക്ക് എന്നെ തന്നെ ഉപദേശിക്കാൻ ആ കാര്യത്തിൽ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വേറൊരാളെ ഉപദേശിക്കാനായിട്ട് ഞാൻ ആളല്ലല്ലോ. അങ്ങനെ പിന്നെ മനസ്സിന്റെ ഇഷ്ടം നോക്കുക, വീട്ടുകാരുടെ സപ്പോർട്ട് നോക്കുക. എല്ലാവർക്കും അങ്ങനെ വീട്ടുകാരുടെ സപ്പോർട്ട് വേണമെന്നില്ല. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എനിക്കൊരാളോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വീട്ടുകാരും കൂടി അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം എന്നൊരിതില്ല. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ വീട് എന്ന് പറയുന്ന അത്ര അഡിക്ഷനാണ് എനിക്ക്. ഞാൻ എല്ലാ കാര്യത്തിലും ഇൻഡിപെൻഡന്റ് ആണ്. എനിക്ക് ഒറ്റയ്ക്ക് പ്രോഗ്രാമിന് പോകുന്ന എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് അതാണ് മറ്റേ അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മുടെ ഷാജോണും പറഞ്ഞല്ലോ, ഒറ്റയ്ക്കാ വരികയാണ്. അപ്പൊ തന്നെ പേടിയാവും. പക്ഷെ എന്റെ പേഴ്സണലി ഞാൻ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ് എന്റെ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ. ഇപ്പൊ ഞാനൊരു ഡ്രസ്സ് ഇടണമെങ്കിൽ വരെ ഞാൻ എന്റെ അമ്മയുടെ സജഷൻ ചോദിച്ചിട്ടേ എടുത്തുള്ളൂ. അങ്ങനെ എന്റെ ജീൻസ് ഒക്കെ ഇട്ടത് അമ്മ പറഞ്ഞിട്ടാണോ? അമ്മ പറഞ്ഞു കീറിയ ജീൻസ്, ഇതിലും കീറിയ ജീൻസ് ആയിരുന്നു എടുത്തു വെച്ചാൽ. ഞാൻ പറഞ്ഞു ഒന്നാമത് പട്ടി അടിച്ച പോലെ ഇരിക്കുന്നത്. സാറ് വരുമ്പോ തന്നെ ചോദിക്കും, സാറിന്റെ മുമ്പിലായതുകൊണ്ട് അത്ര കീറിയതിട്ടുണ്ടായിരുന്നു. ഞാനാ പറഞ്ഞത്, അമ്മ പറഞ്ഞത് ആ ജീൻസ്. ഇതിടുന്നതിന് മുമ്പ് ഷർട്ട് ചേട്ടാ സിമ്പിൾ ആയിട്ടിരിക്കാം, ജെ ബി ജംഗ്ഷൻ അല്ലേ, അപ്പൊ ഇത്ര സിമ്പിൾ ആവുന്നത് ഇപ്പോഴാണ് കണ്ടത്. സുബിയുടെ ഇപ്പൊ വിവാഹ സംബന്ധമായി മറ്റു കുട്ടികൾക്ക് സുബി നൽകേണ്ട ഉപദേശത്തെ കുറിച്ചാണ് ടിനി പറഞ്ഞുകൊണ്ടത്. പക്ഷേ എനിക്ക് ഈ ക്വസ്റ്റ്യൻ സാധാരണ വിവാഹ സംബന്ധമായ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ജെ ബി ജംഗ്ഷൻ 2ാം ഭാഗത്തേക്കാണ് പ്രതിഷ്ഠിക്കുന്നത്. നമുക്ക് വേണം പ്രചോദനം 2ാം ഭാഗത്തേക്ക് വെക്കാമല്ലോ, ഓർമ്മപ്പെടുത്തണം കേട്ടോ. അതിലെന്തോ അടങ്ങി 2ാം ഭാഗത്ത് നമുക്ക് വരട്ടെ. ഹായ് സുബി, ഹായ് പ്രചോദ്. സുബിയെ പറ്റി പണ്ട് ഒരു പ്രമുഖ നടൻ എന്നോട് പറഞ്ഞത് ഇവൾ ശരിക്കും ഒരാണാണോട എന്നാണ്. ഈ സംശയം മറ്റു പലരെ പോലെ എനിക്കും ഇല്ലാതില്ല. കാരണം സ്ത്രീകളുടെ ചില മാനരസങ്ങൾ സുബിക്കില്ല. കാരണം മറ്റുള്ള ആർട്ടിസ്റ്റുകളെ പറ്റി കുശുമ്പ് പറയുന്നൊരു സ്വഭാവം സുബിക്കില്ല. പിന്നെ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ആരുടെ കൂടെയും ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടിയില്ല. ഈ 2 സ്വഭാവങ്ങളാണ് സുബിയെ മറ്റുള്ള ആർട്ടിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. എന്താണ് മൂപ്പർ പറഞ്ഞത്? സുബി ആണാണോണോ സംശയമുണ്ട്. അതിപ്പോ എങ്ങനെ തെളിയിക്കണമെന്ന് എനിക്കറിയാം. ഇവിടെ തെളിയിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ട്രിപ്പ് പോയപ്പോഴത്തേക്കും ഇതുപോലെ US പോയപ്പോഴത്തേക്കും നാദർഷിക്ക പറഞ്ഞു, ഈ ട്രിപ്പിൽ കുറെ കാര്യങ്ങൾ തെളിയാനുണ്ടായിരുന്നു, അപ്പൊ അതെല്ലാം ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി ആകെ തെളിയിക്കാനുള്ളത് നീ ആണാണോ പെണ്ണാണോ. നാദർഷിക അത് കൂടുതൽ എന്താണെന്നറിയാം. അപ്പൊ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒത്തിരി പേരൊക്കെ ഉണ്ടാവും. ഞാൻ മിക്കവാറും മിക്കവാറും ഞാൻ എപ്പോഴും കൂട്ടുകൂടുന്നത് നമ്മുടെ മിമിക്രി, അതായത് പിഷു, ധർമ്മു, പിന്നെ യൂസഫ് ഇക്ക, ജോർജേട്ടൻ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. ഞാൻ എപ്പോഴും അവരുടെ ഒപ്പമായിരിക്കും ഉണ്ടാവുക. അല്ലാതെ ട്രിപ്പിൽ റിമി, അങ്ങനെ അമിത, അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ ഞാൻ കൂടുതലും ഇവരോടായിരിക്കും. എനിക്ക് നമ്മളെപ്പോഴും അടുത്തറിയാവുന്ന ആൾക്കാരാണല്ലോ. ഇവരൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല. നമ്മൾ അവിടെ കറങ്ങാൻ പോകുന്ന ഞാൻ പറഞ്ഞ ഞാൻ ലേറ്റായി പറഞ്ഞു സുബി അപ്പൊ എപ്പോഴും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും അങ്ങനെ. പിന്നെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്ന് വെച്ചാൽ സാഹചര്യം പറഞ്ഞാൽ ആരുടെ കൂടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് പോകുന്നു പറഞ്ഞാൽ അങ്ങനെയല്ല. അതെന്താ പറഞ്ഞൊരു മിസ്റ്റേക്കാണ്. പ്രത്യേകം നോട്ട് ചെയ്തു. ഈ സാജു കൂടെ രൂപമൊക്കെ കൊണ്ട് മാറി വേറെ രൂപത്തിലാണെന്ന് എനിക്ക് അതിപ്പോ ഒറ്റയ്ക്കാന്ന് തോന്നുന്നു. അതായിരിക്കും പ്രോഗ്രാമിന് ഒറ്റയ്ക്ക് പോകും എന്നായിരിക്കും ഉദ്ദേശിച്ചത്. തന്നെയാണ്. പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാകാൻ തിരുത്തിരി. ഏതോ വലിയൊരു നടൻ സുബി ആണോ പെണ്ണാണോ എന്നൊരു സംശയത്തിൽ നിൽക്കുന്നു പറയുന്നത് ഏത് നടനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്? എൻ്റെ അടുത്ത് സാജു ചേട്ടൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
മമ്മൂക്ക എങ്ങനെ ചോദിച്ചു എന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതൊക്കെയാണ് നമുക്ക് ആലോചിച്ചു കൊടുക്കുന്നത്. ഞങ്ങളുടെ ചെയർമാനാണ്. എനിക്കിത് ആരെയും ബോധിപ്പിക്കുന്നത് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോ ആ സംശയം ഉള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം എന്നെ പടത്തിലൊന്നും വിളിക്കാത്തല്ലേ. അത് കാണിക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒരു ഹീറോയിനൊക്കെ ആയിട്ട് വിളിക്കണ്ടാണല്ലോ. അല്ല അത് പിന്നെ വന്നാൽ നന്നായിട്ട് അഭിനയിക്കുമോ എന്നുള്ള സംശയം കാണും. അടുത്ത് ഞങ്ങള് US ട്രിപ്പ് പോയായിരുന്നു. അപ്പൊ പിഷാരുടെ ഇൻട്രൊഡക്ഷനിൽ ഒരു ഫീമെയിൽ ആയിട്ടാ, അതായത് ഒരു മോഹിനിയാട്ടത്തിന്റെ ഡ്രസ്സിലാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഓരോരുത്തരുടെ ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ ജോർജേട്ടൻ ഉണ്ടല്ലോ, ജോർജേട്ടൻ ഈ കരകാട്ടാണ് വരുന്നത്. അപ്പോൾ കുതിര കൊണ്ട് വന്ന് എപ്പോഴും ഒന്നിങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ജോർജേട്ടനെ ഓടിച്ചു വിടാൻ വേണ്ടി കുതിരയുടെ വാലി പിടിച്ചു. വാല് ഒരു കയ്യിൽ വന്നു. റെക്കോർഡ് സ്കെറ്റാ. പിഷാരി മോഹിനിയാട്ടൻ ഡ്രസ്സിൽ വാലുമായിട്ട് നിൽക്കുക. അപ്പോൾ ഡയലോഗ് ഇങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെയൊക്കെ നടന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് അതേ വയ്ക്കാൻ സ്ഥലമില്ലാത്തോട് പിഷാരി ബാക്കിൽ തന്നെ വെച്ചിട്ട് ഓഡിയൻസും ചിരി. ഇത് അബദ്ധം പറ്റിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. നിർത്താൻ പറ്റൂലല്ലോ, പ്രോഗ്രാം സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഓഡിയൻസും ചിരി, ഞങ്ങൾ സൈഡിൽ നിന്ന് ചിരി. അത് തീരുന്നവരെ ആ വാലും വെച്ച് മോഹിനിയാട്ടത്തിന്റെ ഡ്രസ്സിൽ നിന്ന് പെർഫോം ചെയ്തു വിഷു. എൻ്റെ അടുത്ത് പിന്നെ ആരും ഒന്നും എടുക്കില്ല, നടക്കത്തില്ല. കാര്യം രശ്മിയൊക്കെ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും. പറ്റത്തില്ല. ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ. എനിക്ക് കൈ തരണം. എന്തോ ഒരു സംഭവം മണത്തത് കറക്റ്റ്. അക്ഷരമൊക്കെ മാറിപ്പോയില്ലേ? ഇതൊക്കെ കണ്ടാണോ അയ്യോ സത്യം. ആഭരച്ചനൊക്കെ നേരത്തെ മരിച്ചുപോയി നന്നായി. എത്രയോ പ്രേക്ഷകർ ഓരോ നിമിഷം ഭരിക്കുന്നുണ്ടാവും. അസാമാന്യ ധൈര്യമാണ്. പട്ടാളത്തിൽ തന്നെ പോകേണ്ടതായിരുന്നു. ഈ ഡാൻസ് ഒക്കെ അവിടെ ആ വാഗാ ബോർഡറിൽ പോയി കളിച്ചിരിക്കുകയാണ്. ഒരു ഡിസ്പ്യൂട്ടർ കാശ്മീരും ഉണ്ടാവില്ല, ഒരു സംഭവം ഉണ്ടാവില്ല. അല്ല ചുണ്ടിലെ എക്സ്പ്രഷനൊക്കെ ഭയങ്കര ഒരു വികാരം. അല്ല എന്താ പറയുക, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കണം. അത് ഞാനൊരു ബാർ ഡാൻസർ ആയിട്ടാണ് അതിനകത്ത് ഡാൻസ്. അത് തന്നെ. അപ്പൊ ഞാൻ അങ്ങനെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വെള്ളം അടിച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന പോലെ. ബാറില്ല ചിലപ്പോൾ രണ്ടെണ്ണം അടിച്ചു. അല്ല നിങ്ങൾക്ക് മാത്രമല്ല, ഇതെന്താ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മാത്രം കഴിക്കേണ്ട സാധനമാണോ? ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ, എല്ലാവരും കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. സാർ ആദ്യം പറഞ്ഞു നമ്മൾ ഷാപ്പി വെച്ചാൽ പരിചയം. അരിയിടിക്കുമ്പോ പുരകുലുങ്ങുന്നു, വിറകുടിക്കുമ്പോ മരം. സുബി ഞങ്ങളുടെ കൂടെയൊക്കെ പ്രോഗ്രാമിന് വരുമ്പോൾ എയർപോർട്ടിലെത്തുന്നത് വരെ സുബി സാധാരണ ഒരു നാടൻ പെണ്ണായിരിക്കും. പക്ഷേ എയർപോർട്ടിൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുബി മൊത്തത്തിൽ ചേഞ്ച് ആവും. ഒരു ആഷ് പുഷ് മദാമയാണോ ഞങ്ങളുടെ കൂടെ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തിനാണ് സുബി ഇങ്ങനെ ഒരു ചേഞ്ച് ഓവർ പെട്ടെന്ന് ഇങ്ങനെ വരുത്തുന്നത്? അത് അറിഞ്ഞുകൊണ്ട് വരുന്നതാണോ അതോ അറിയാതെ അങ്ങനെ വന്നു പോകുന്നതാണോ? സുബി അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മദാമയായിട്ടാണ് എന്നാണ് ഇപ്പം പറയുന്നത്. അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരു രൂപപരിണാമം മാറുക? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഡ്രസ്സിങ്ങും എല്ലാം ഒക്കെ സെയിം ഒക്കെ തന്നെയായിരിക്കും. പിന്നെ അവിടെ എന്തെങ്കിലും കാര്യത്തിന് സംസാരിക്കണമെങ്കിൽ ഞാൻ മലയാളത്തിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അവിടെ ചെന്ന്. പിന്നെ ഇപ്പൊ നമ്മൾ നാട്ടിലൊരു പ്രോഗ്രാമിന് പോകുന്നതിനേക്കാളും കുറച്ചും കൂടി മോഡേൺ ആയിട്ട് ഡ്രസ് ചെയ്യാൻ ഫ്രീ ആയിട്ട് പോവാം. ഞാൻ ഡ്രസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ ആരെയും നോക്കാറില്ല. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടും. എനിക്ക് കുറച്ചെങ്കിലും ഒക്കെ ഉണ്ടാവും. ദൈവമേന് ഒരുപാട് ആൾക്കാർ ഇത് വിമർശനമായിട്ട് വരും കേട്ടോ. എന്താ കാരണം വെച്ചാല് ട്രോള് വരാനുള്ള സാധ്യതയുണ്ട്. മാത്രല്ല ഇതൊന്നും കൂടെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ട്രോള് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നിൽ സുബി ആയിരിക്കും. നോക്കിക്കോളൂ. അപ്പൊ ഒരു മോഡേൺ ആയിട്ട്, അതായത് നമ്മൾ ആരോ പറഞ്ഞ പോലെ പാമ്പിനെ കഴിക്കുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ നടുപൂറി കഴിക്കണം എന്ന് പറയുന്ന പോലെ അല്ലേ,
മാത്രമല്ല സുബി ഇംഗ്ലീഷൊക്കെ എങ്ങനെയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ പോയി കുഴപ്പമില്ല, ഞാൻ പിടിച്ചു വെക്കും. അങ്ങനെ പ്രചോദനെ പോലെ അല്ല എംബസി എംബസിയിൽ വിസയ്ക്ക് പോയപ്പോൾ പ്രചോദനായിരുന്നു പ്രശ്നം. പ്രചോദനം ഭയങ്കര സുബി കൂടെ ഉള്ള ഒരു ധൈര്യമായിരുന്നില്ലേ? ഇല്ല, നമ്മൾ അവിടെ ഇൻഡിവിജ്വൽ ഇന്റർവ്യൂനാ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഭാഷാ പ്രാവീണ്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പ്രാവീണ്യം എന്നല്ല പറയുന്നത്, എന്നാലും മാനേജ് ചെയ്യാലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്റർവ്യൂവിന് ട്രാൻസ്ലേറ്റർ ഇല്ലാന്ന് പറഞ്ഞ് തലേദിവസം ചെന്നു. അന്നത്തെ ദിവസം പിറ്റേ ദിവസമാണ് ഇന്റർവ്യൂ. അന്നത്തെ ദിവസം ഫുൾ ടെൻഷൻ. അയ്യോ അത് അങ്ങനെ പറ്റത്തില്ല, അത് അവരോട് പറയണം. അപ്പോൾ ട്രാൻസ്ലേറ്റർ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന് വേറെ ഡേറ്റ് എടുക്കേണ്ടി വരും ഇന്റർവ്യൂവിന്. അപ്പോൾ അത് നടക്കില്ല. വെച്ചാൽ വിനീതേട്ടൻ, ലക്ഷ്മി ഗോപാലസ്വാമി അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പായിട്ട് എടുത്തേക്കല്ലേ. അപ്പോൾ അതില്ല, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണം. അന്നത്തെ ദിവസം ചേട്ടൻ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. വിനീതേട്ടൻ ആദ്യം തന്നെ എന്നും ഇന്റർവ്യൂവിന്. അപ്പോൾ ഇന്ന ആൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റർ വേണ്ടി വരുമായിരിക്കും എന്ന് അവിടെ ജസ്റ്റ് പറഞ്ഞു, ഓഫീസറുടെ അടുത്ത് പറഞ്ഞു. കഴിഞ്ഞ് ചേട്ടൻ ചെന്നപ്പോൾ എന്തോ 2 ചോദ്യം ചോദിച്ചു. വിസ അടിച്ച് ഇറങ്ങുന്നവരെ ഭയങ്കര ടെൻഷൻ. ഉണ്ടിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, കുളിച്ചിട്ടില്ല. അപ്പം സുബിയുടെ അത്രയും ഒരു അല്ല, അത് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ പോലും സുബിയുടെ അത്രയും ഒരു ആംഗലേയ കാര്യങ്ങളിലൊന്നും അത്ര ഒരു അല്ല സാറേ, അത് നമ്മൾ എത്ര ഭാഷ ഉണ്ടെങ്കിലും ഇവരുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവര് ചോദിക്കണം ഇങ്ങനെ നമുക്ക് ഈ ഒരു പേടിയാണ്. കാര്യം ഇത് തിരിഞ്ഞു വരുമ്പോൾ തന്നെ എടുത്ത് പാസ്പോർട്ട് തയ്യാറാണ്. അപ്പം ഇതിനൊരു സമയം കൊടുക്കില്ല. കാരണം ഇതിനു മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ പോലും എനിക്ക് ട്രാൻസ്ലേറ്റർ വേണം എന്ന് പറയും. കാരണം പലവിധ ചാനലിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ, ഫേമസ് ആയിട്ടൊരു ചാനലിൻ്റെ പ്രോഗ്രാമിന് പോയതാണ്. അപ്പോൾ ഇവർ ആദ്യം ചാനലിൻ്റെ പേപ്പറാണ് ആദ്യം കൊണ്ട് കൊടുക്കുന്നത് സാഹിബിൻ്റെ മുമ്പിലേക്ക്. സാഹിബ് ഈ ചാനലെടുത്ത് ഈ പേപ്പർ മൊത്തത്തിൽ പിന്നെ ബാക്കി ഓരോരുത്തരെ ക്വസ്റ്റ്യൻ ചെയ്ത് അന്ന് അവർക്ക് വിസ കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷം ഒരു പരിപാടിക്ക് പോയ സമയത്ത് ഒരു 10-12 പേരോളം ഉണ്ട്. ഞങ്ങൾ 2 പേർക്ക് മലയാളം ട്രാൻസ്ലേറ്റർ വേണം എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്കി. ബാക്കി എല്ലാവരും ഭയങ്കര ഇംഗ്ലീഷ്. എൻ്റെ ലീഡ് ചെയ്യുന്ന ആൾ ഭയങ്കര ഇംഗ്ലീഷ്. അപ്പോൾ ആദ്യം റോ മാറ്റി, മലയാളത്തിന് വേറെ റോ, ഇവരെ ഇങ്ങോട്ടാക്കി. ഇംഗ്ലീഷിൽ ചോദ്യം ചെയ്യുന്നവരെല്ലാം നിർത്തി പൊരിക്കുന്നു. ഞങ്ങളങ്ങോട്ട് ചെന്ന് ഞങ്ങളടുത്ത് ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ട്. അപ്പോൾ അവർ കണ്ടപ്പം നമ്മളെ മനസ്സിലായി. അവർ മനസ്സിലാക്കിയാൽ ഓക്കെ ആണെന്ന്. ഒരു എത്ര പ്രോഗ്രാമുണ്ട്, ഇത്ര പ്രോഗ്രാമുണ്ട്, ആരൊക്കെയാണ്, കുറേ പേരുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മലയാളം എടുത്തത്? ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല, അതുകൊണ്ടാണ് മലയാളം എടുത്തത്. കാര്യങ്ങൾ ചോദിച്ചു. ഞങ്ങൾക്ക് 2 പേർക്കും വിസ കിട്ടി. ബാക്കിയുള്ള ഈ 8 പേർക്കും വിസ അടിച്ചില്ല. കാര്യം ഇംഗ്ലീഷിൽ ഭയങ്കരമായിട്ട് കത്തിക്കയറിയതാണ്. എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. ആ 8 പേർക്കും വിസ കൊടുത്തില്ല. ഓസ്ട്രേലിയയിൽ എവിടെ തടഞ്ഞു വെച്ചിരുന്നോ? അത് പക്ഷേ ഇംഗ്ലീഷ് കേട്ടിട്ടായിരിക്കും. ഇല്ല, ഒരാപ്പിൾ കയ്യിൽ വെച്ചേന്. ന്യൂസിലൻഡില് എന്നെയും നമ്മുടെ ഹരിശ്രീ യൂസഫ് ഖനെ ഞങ്ങൾ ഓസ്ട്രേലിയൻ പ്രോഗ്രാം കഴിഞ്ഞ് ന്യൂസിലൻഡിൽ ചെന്നിറങ്ങി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ഒരു തന്നു, ഒരു ഫോം തന്നു. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ട്, നമ്മൾ ഷൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാരി ചെയ്യണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല, ഫ്രൂട്ട്സിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ല. അല്ല, ഒരാപ്പിൾ എൻ്റെ ബാഗിലുണ്ടായിരുന്നു, ലഗേജിലുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തന്നെ ഓർമ്മയില്ല. വെച്ചാൽ കുറേ ദിവസത്തെ ട്രിപ്പല്ലേ, എപ്പോഴൊക്കെയോ യാത്ര ചെയ്തപ്പോൾ ഒരെണ്ണം എന്തോ ഇതിൽ കിടന്നു. അപ്പോൾ ബാഗ് ചെക്ക് ചെയ്തു. യൂസഫ് ഖാനെ ആദ്യം പിടിച്ചു. യൂസഫ് ഖാനെ പിടിച്ചപ്പോൾ തന്നെ യൂസഫ് ഖാൻ പേടിച്ചിട്ട് ഇതുപോലെ ചുമന്ന്. അപ്പോൾ കൂടെ നിൽക്കുന്നത് നമ്മുടെ നെൽസൺ ചേട്ടനെ പിടിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. നെൽസൺ ചേട്ടനെ ബാഗ് പുറത്തേക്ക് വിട്ട ബാഗ് യൂസഫ് ഖാൻ അങ്ങോട്ട് തിരിച്ചു വെച്ചു കൊടുത്തു. വെച്ചാൽ കൂട്ട് ആരെങ്കിലും ഉണ്ടാവുമല്ലോ, ഒറ്റയ്ക്ക് പിടിക്കപ്പെട്ടല്ലോ എന്ന് വെച്ചു. അപ്പൊ ഇതൊക്കെ കണ്ട് ഞാനും യൂസഫ് ഖാനെ പിടിച്ചല്ലോ, ഇതെന്താ ഈ ബാഗ് തരാത്ത എന്റെ മാത്രം. എന്നെ പിടിച്ചപ്പോഴത്തേക്കും യൂസഫ് ഖാന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അവളെയും പിടിച്ചല്ലോ എന്നുള്ളത് ഉണ്ടെന്നില്ല. യൂസഫ് ഖാൻ ഞാൻ നോക്കുമ്പോൾ എന്നെ പിടിച്ച് ബാഗ് എടുത്ത് മാറിയിക്കാൻ പറഞ്ഞപ്പോൾ യൂസഫ് ഖാൻ നിന്നെ പിടിച്ചല്ലേ, ഓക്കെ. അപ്പൊ ചെന്ന് ഇവരെന്താന്ന് ചോദിച്ചപ്പോൾ ഓഫീസർ, ഒരു ലേഡി ആയിരുന്നു, ഓഫീസർ പറഞ്ഞു ഇതിനകത്ത് ആപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ആപ്പിൾ ഇല്ല എന്ന് പറഞ്ഞു. അവരെടുത്ത് കാണിച്ചു ആപ്പിൾ. അപ്പോൾ അങ്ങനെ പറ്റിപ്പോയതാണ്. ഒരു ആപ്പിളിന് $800, 2 ആപ്പിളിനും കൂടി $800 വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. ഫൈൻ. അവിടെ വെച്ചാൽ പോരെ? ഇല്ല, ആപ്പിള് എടുക്കാൻ ക്യാരി ചെയ്യാൻ പാടില്ല, ഫ്രൂട്ട്സ് അങ്ങോട്ട് ക്യാരി ചെയ്യാൻ പാടില്ല. ചില രാജ്യത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറെ സംസാരിച്ച് കാല് പിടിക്കുകയൊക്കെ ചെയ്ത് ഒരാപ്പിളിന് $400 വെച്ചായി. പിന്നെ 200 പേശാൻ തുടങ്ങി അവര് മൊത്തത്തില്. നമ്മുടെ സ്വഭാവം കാണിച്ചു. അതെ, നമ്മുടെ ലെവലിലേക്ക് അവര് അവരെ ശരിപ്പെടുത്തി. പിന്നെ $200 വരെയൊക്കെ എത്തിച്ചു. $200 വരെയൊക്കെ എത്തിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ ലാസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതായത് ഞങ്ങൾ പെർഫോമേഴ്സ് ആണ്, ഞങ്ങൾ ഇങ്ങനെ ഇന്ത്യയിൽ നിന്നാണ്, ഇന്ത്യ കേരളത്തിൽ നിന്നാണ്, ഒന്നുമില്ല. അതെ, അതായത് ഞങ്ങൾ സ്റ്റേജ് പെർഫോം ചെയ്യുന്ന, ഞങ്ങൾ 1 മാസം പെർഫോം ചെയ്താൽ ഞങ്ങൾക്ക് $200 പോലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിച്ചക്കാരെ പോലെയൊക്കെ ആയിരുന്നു. അതായത് യൂസഫ് ഖാൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ പാവപ്പെട്ടവരാന്ന് എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയണേന്ന് വെച്ചു.
വി ആർ പൂർ എന്ന് പറഞ്ഞു. അന്നേരം തൊട്ട് ഈ ഒരു ലേഡി ഓഫീസറല്ലേ, ഓഫീസറെ പറയാ മാഡാം വി ആർ പൂർ മാഡാം അങ്ങനെ പറയാൻ തുടങ്ങി. ലാസ്റ്റ് അവരൊരു നിയമാവലി തന്നു. ഇത് 6 മാസം ജയിലിൽ കിടക്കാൻ പാകത്തിനുള്ള കുറ്റമൊക്കെയാന്ന്. ഇത് വായിച്ച് പഠിക്കാൻ പറഞ്ഞു അവിടെ ഇരുന്ന്. എന്നിട്ട് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാനിത് വായിച്ചിട്ട് ചേട്ടൻ്റെ അടുത്ത് പറയും. അപ്പൊ പറയുമ്പോ വളരെ സീരിയസ് ആയിട്ടാ പറയണെങ്കിലും ഇത്രയും കാലമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. ഇത് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും യൂസഫ് വളരെ സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവര് വിചാരിക്കുന്നത് ഇത് പഠിക്കുവാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരു ആപ്പിൾ ഇത്രമാത്രം ചീത്ത കേട്ടിട്ടുണ്ടാവില്ല, അതുപോലെ ചീത്ത പറയായിരുന്നത്. വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു. ഞങ്ങളിത് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെന്തൊക്കെയോ പാസ്പോർട്ട് വെച്ച് എന്തൊക്കെയോ ചെക്ക് ചെയ്തിട്ട് ചോദിച്ചു, യു നോ ബോളിവുഡ് ഡാൻസിങ്? ആ ബോളിവുഡ് ഡാൻസർ എന്ന് പറഞ്ഞു. അതിൽ കയറി പിടിച്ചു അവർക്ക് ബോളിവുഡ് ഡാൻസിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ വേണം കളിക്കണോ, ഇവിടെ കളിച്ചു ലാസ്റ്റ് ഫൈനൊന്നും ഇല്ലാതെ ഞങ്ങളെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ പുറത്തു വിട്ടു. ഡാൻസ് നമ്പർ കാണിച്ചോ? ഇല്ല, ഡാൻസ് കളിക്കണോ? അയ്യോ അല്ല, കാണിച്ചിരുന്നെങ്കിൽ $2000 ഫൈൻ അടിച്ചു. എനിക്കിട്ടുള്ളത് ഞാൻ തന്നെ വെച്ചിട്ടുണ്ടല്ലോ പലയിടത്തായിട്ട്. ബ്രിട്ടാ സാർ, എനിക്ക് പ്രചോദനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇവൻ്റെ ഒരു പാട്ടുണ്ട്, അരി ഇടിക്കുമ്പോൾ പൊരകുലുങ്ങണം എന്ന് പറഞ്ഞൊരു പാട്ട്. ആ പാട്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും ഇവൻ പാടാറില്ല. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ മാത്രം. സാറിന് സംഭവം മനസ്സിലായി. പ്രത്യേകിച്ച് കുറച്ച് കളറായിട്ടുള്ള ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് മാത്രം ഇവന് ഈ അരിയടി അങ്ങ് തുടങ്ങും. നല്ല പാട്ടാണത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നതും പ്രചോദമായിരിക്കും. പിന്നെ ഈ ചോദിക്കാനുള്ളത്, പ്രചോദ് ഒരു ടീച്ചറിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്, ലക്ഷ്മി. നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ ലക്ഷ്മീനെ പ്രചോദ് വീഴ്ത്തിയതും ഈ അരിയിടിച്ചുകൊണ്ട് തന്നെയാണോ? ആണെങ്കിൽ ആ അരിയിടിക്കുമ്പം പൊരകുലുങ്ങണ് എന്നുള്ള ആ പാട്ട് ഒരിക്കൽ കൂടി എനിക്കൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് പ്രചോദ്. അരിയിടിക്കുമ്പോ പുര കുലുങ്ങുന്നു, വിറകൊടിക്കുമ്പോ മരം കുലുങ്ങുന്നു, എണ്ണ മുട്ടിക്ക് നടയിരിക്കടി അരമന കുയിലേ. തെരകടിക്കുമ്പോ കര വിറക്കുമ്പോ തെര ചിരിക്കുന്നു, തെര പിടിക്കുവാൻ വലയും വിശുന്നു മരക്കും മച്ചാനേ. തെരകടിക്കുമ്പോ കര വിറക്കുമ്പോ തെര ചിരിക്കുന്നു, തെര പിടിക്കുവാൻ വലയും വിശുന്നു മരക്കും മച്ചാനേ. അരിയിടിക്കുമ്പോ പുര കുലുങ്ങുന്നു, വിറകൊടിക്കുമ്പോ മരം കുലുങ്ങുന്നു, എണ്ണ മുട്ടിക്ക് നടയിരിക്കടി അരമന കുയിലേ. മുരുക്കും മുള്ളിന് കുളിര് കോരുന്നു, കരിക്കും വെള്ളത്തിന് എരിവ് കൂടുന്നു, കരപ്പിരിയുള്ള ഒരരകൻ ചക്കന് നരച്ച പെണ്ണാളേ. മുരുക്കും മുള്ളിന് കുളിര് കോരുന്നു, കരിക്കും വെള്ളത്തിന് എരിവ് കൂടുന്നു, കരപ്പിരിയുള്ള ഒരരകൻ ചക്കന് നരച്ച പെണ്ണാളേ. കട്ടല് മുട്ടല് മാനത്ത് കേൾക്കുമ്പോ കട്ടൂറും പെണ്ണ് കെട്ടിപ്പിടിക്കണം, മൊത്തം കൂട്ടിക്കണം ഇടിക്ക് പെണ്ണാളേ.